പ്രേക്ഷകർ ഇതുവരെ കണ്ടത് 2 വർഷം മുമ്പുള്ള കൊല്ലം ആയൂർ റോഡിൻ്റെ അവസ്ഥയാണ്. അപ്സര ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾക്ക് പകരം നല്ല വൃത്തിയുള്ള റോഡാക്കിയിരിക്കുന്നു. റോഡിൻ്റെ മുഖച്ഛായ തന്നെ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഈ റോഡിലൂടെ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കുമ്പോഴേക്കും സ്ഥിതി മാറും. മുട്ടക്കാവ് കുണ്ടവൺ പാലത്തിന് സമീപത്തെ അവസ്ഥയാണ്. ഈ റോഡിൽ കുണ്ടും കുഴിയുമായിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ചെറുമഴ പെയ്താൽ പോലും ആ പ്രദേശം, ആ റോഡിൻ്റെ ആ ഭാഗം വെള്ളക്കെട്ടാൽ നിറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല സമയങ്ങളിലും യാത്രക്കാരെത്തി ഇവിടെ ബൈക്ക് യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. ഇത് വർഷങ്ങളുണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. സൈഡിലൊരു ഓടയുണ്ട്. ആ ഓടയൊന്നും ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്നില്ല. കണ്ടിന്യൂ ആയിട്ട് ആളുകൾ വന്ന് മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിന് സമീപത്ത് ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിലേക്ക് കയറുന്ന വാതിലിൽ ഇത്തരത്തിലുള്ള ഒരു പലക ഉപയോഗിച്ച് അടച്ചിരിക്കുക. എന്താ ഇങ്ങനെ അടയ്ക്കാൻ കാര്യം? എന്താ വെള്ളം കടയ്ക്കകത്തോട്ട് തെറിച്ച് വരും. കൊണ്ടുകൊണ്ടിരിക്കുന്നത് ദേഹത്ത് വരെ തെറിക്കും വണ്ടി വാഹനം പോകുമ്പോൾ. അതുകൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളുണ്ടേ ഉള്ളതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ടയറൊന്നും ഇട്ടാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അതാണ് നമ്മളൊന്നും ഇടത്തില്ല. ഓടയുണ്ടായിരുന്നു ഇവിടെ? ഓടയില്ലായിരുന്നു. ഈ പുരടത്തിൽ കൂടെ അങ്ങ് താഴോട്ട് പോകുമായിരുന്നു വെള്ളം. ഓട പണിഞ്ഞാൽ പ്രശ്നം തീരുമല്ലേ? ഓട പണിഞ്ഞാൽ പ്രശ്നം തീരും. റോഡ് ചെറിയ പാച്ച് വർക്ക് കൊണ്ടുപോയി വന്ന് ചെയ്തിട്ട് ഇട്ട് അന്നേരം മഴ പെയ്താൽ അന്നേരം തന്നെ ഇടും. അത് ഇച്ചിരി കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ അതങ്ങ് പോവുക. അങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? സഹിയായിട്ട് എൻ്റെ JCB കൊണ്ടുവന്ന് ഞാൻ ഇച്ചിരി സൈഡൊന്ന് മാന്തി വെച്ച് കൊടുത്തവിടെ വെള്ളം പോകുന്നെങ്കിൽ പോട്ടെന്നും പറയുന്നുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് ഒരു ഓട നിർമ്മിക്കുക, അല്ലെങ്കിൽ റോഡ് മണ്ണിട്ട് അല്പം ഉയർത്തുക. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ക്യാമറമാൻ ഷാനോസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.